വിവാഹം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ്. രണ്ട് മനസ്സുകൾ തമ്മിൽ ഒന്നിക്കുന്ന നിമിഷം, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്ന ചടങ്ങ്, ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് നടക്കുമെന്ന വാഗ്ദാനം. എന്നാൽ ഇന്ന് ലോകത്ത് വിവാഹത്തിന് പല രൂപങ്ങളുണ്ട്. ലവ് മാരേജ്, അറേഞ്ച് മാരേജ്, സിവിൽ മാരേജ്, സെയിം സെക്സ് മാരേജ്, ഫ്രണ്ട്ഷിപ്പ് മാരേജ്, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കൂടുതൽ ചർച്ചയാകുന്ന മറ്റൊരു വിവാഹ രീതിയുണ്ട്. അതിൻ്റെ പേരാണ് ലാവെൻഡർ മാരേജ്. പേര് കേൾക്കുമ്പോൾ പൂക്കളും നിറങ്ങളും നിറഞ്ഞ ഒരു റൊമാൻറ്റിക് കല്യാണമാണെന്ന് തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു വിവാഹമേ അല്ല. പലരും അത്ഭുതപ്പെടുന്ന ഒരു ജീവിത ക്രമീകരണ രീതി മാത്രമാണിത്. അപ്പോൾ എന്താണ് ഈ ലാവെൻഡർ മാരേജ്? സാധാരണയായി ഒരു വിവാഹം നടക്കുന്നത് പ്രണയത്തിന്റെ അടിസ്ഥാനത്തിലോ കുടുംബങ്ങളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും. എന്നാൽ ലാവെൻഡർ മാരേജിൽ വിവാഹിതരാകുന്ന രണ്ട് വ്യക്തികളും പരസ്പരം പ്രണയിക്കുന്നവരല്ല. പലപ്പോഴും അവർ തമ്മിൽ ശാരീരിക ആകർഷണം പോലും ഉണ്ടാകണമെന്നില്ല. പകരം സമൂഹത്തിന്റെയോ കുടുംബത്തിന്റെയോ സമ്മർദ്ദം മറികടക്കാൻ വേണ്ടിയാണ് അവർ വിവാഹിതരാകുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ ഗേയോ ലെസ്ബിയനോ ബയോസെക്ഷലോ ആയിരിക്കാം. എന്നാൽ തൻ്റെ കുടുംബത്തിനോടോ സമൂഹത്തിനോടോ അത് തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യത്തിലുമായിരിക്കാം. വിവാഹം കഴിക്കണമെന്ന് വീട്ടിൽ നിന്ന് നിരന്തരം സമ്മർദ്ദവും ഉണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റൊരാളുമായി ധാരണയിലെത്തി വിവാഹിതരാകുന്നതാണ് ലാവെൻഡർ മാരേജ്. ഈ വിവാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ, വിവാഹത്തിന് മുൻപ് തന്നെ ഇരുവരും ചില നിബന്ധനകൾ തീരുമാനിക്കും. സമൂഹത്തിന് മുന്നിൽ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുമെന്നും കുടുംബ പരിപാടികളിൽ ഒന്നിച്ച് പങ്കെടുക്കുമെന്നും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രണയബന്ധമോ ദാമ്പത്യ ബന്ധമോ ഉണ്ടായിരിക്കണമെന്നുമില്ല. ചിലപ്പോൾ തങ്ങളുടെ യഥാർത്ഥ പങ്കാളികളുമായി ജീവിതം തുടരാനും അവർ പരസ്പരം സമ്മതം നൽകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇത്രയും സങ്കീർണമായ ജീവിത രീതി തിരഞ്ഞെടുക്കുന്നതെന്ന്. ഉത്തരം വളരെ ലളിതമാണ്. ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും LGBTQ+ സമൂഹത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ സമൂഹം തയ്യാറായിട്ടില്ല. ജീവിതത്തിന്റെ സമ്മർദ്ദം, ബന്ധുക്കളുടെ ചോദ്യങ്ങൾ, ജോലിയിലെ വിവേചനം, സാമൂഹികമായ ഒറ്റപ്പെടൽ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർ ഈ വഴി തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. ചില രാജ്യങ്ങളിൽ ഇത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രവണതയാണ്. പ്രത്യേകിച്ച് കൺസർവേറ്റീവ് സമൂഹങ്ങളിൽ സ്വന്തം വ്യക്തിത്വം തുറന്നു പറയുന്നതിനേക്കാൾ സമൂഹത്തിന് മുന്നിൽ ഒരു വിവാഹ ജീവിതം കാണിക്കുന്നത് സുരക്ഷിതമാണെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടാകാം. സിനിമകളും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. 2022 പുറത്തിറങ്ങിയ രാജ്കുമാർ റാവു, ഭൂമിക പടേക്കർ എന്നിവർ കഥാപാത്രങ്ങളായി എത്തിയ പതായി ദോ വലിയ ശ്രദ്ധ നേടിയ ഒരു ചിത്രമായിരുന്നു. ഒരു ഗേ പുരുഷനും ഒരു ലെസ്ബിയൻ സ്ത്രീയും കുടുംബത്തിന്റെ സമ്മർദ്ദത്തിൽ വിവാഹിതരാകുന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം. അതുപോലെ തന്നെ 2020 തെലുങ്കിൽ പുറത്തിറങ്ങിയ ഇവരു ഈ കോൺസെപ്റ്റ് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. നിരവധി അന്താരാഷ്ട്ര സിനിമകളും സീരീസുകളും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേസമയം ലാവെൻഡർ മാരേജിനെ പിന്തുണയ്ക്കുന്നവരും വിമർശിക്കുന്നവരുമുണ്ട്. ചിലർ പറയുന്നത് ഇത് വ്യക്തികൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു മാർഗമാണെന്നാണ്. മറ്റു ചിലർ പറയുന്നത് സമൂഹത്തിന്റെ മുൻവിധികളാണ് ആളുകളെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് തള്ളിവിടുന്നത് എന്നാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ലാവെൻഡർ മാരേജ് എന്ന ആശയം കൂടുതൽ ആളുകൾ കേൾക്കാൻ തുടങ്ങിയത് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും മനുഷ്യരുടെ ബന്ധങ്ങൾ കൂടുതൽ തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെയും സൂചന തന്നെയാണ്. പ്രണയം, വിവാഹം, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾക്ക് പുറത്തും നിരവധി ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെന്നതാണ് ഈ വിവാഹരീതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.